ഹൈ ടുഡേയ്സ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ സാധിച്ചിരുന്നത് എന്ന് പരിശോധിക്കാം. 21/1/2025 23,053 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 57 പോയിന്റ് പ്ലസിൽ ഗ്യാപ്പ് അപ്പിൽ 23,110 എന്ന ലെവലിലായിരുന്നു. ഇന്നത്തെ മൂവ്മെന്റ് നോക്കിയാൽ നമുക്ക് ലോ, ഹൈ എന്നിവ പരിശോധിക്കുമ്പോൾ ഒരു 190 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. ഓപ്പൺ ആയ ഉടനെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, ഇവിടെ കൃത്യമായും സെല്ലിംഗ്, പതിവ് പോലെയുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സംഭവിച്ചത്. ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിലിൽ താഴോട്ട് വന്നെങ്കിൽ പോലും അത് തുടർന്ന് ഒന്ന് അപ്വേർഡ് മൂവ് ചെയ്തു. എന്നാൽ അവിടെ നിന്ന് വീണ്ടും സെല്ലിംഗ് തന്നെയാണ് വന്നത്. പിന്നീടും ഉയർന്നു ചെന്നു എങ്കിൽ പോലും ഡേയ്സ് ഐ അതല്ലെങ്കിൽ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. ഇന്നലെ ഇത്രയും ഫാൾ ചെയ്തതല്ലേ എന്ന് ചിന്തിച്ച ഏതൊരാൾക്കും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായും ഇവിടെ എവിടെയാണോ ഒരു ഗ്യാപ്പ് തന്ന് അപ്പായത് ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പ്രൈസ് ഇറങ്ങി വന്നത് കൃത്യമായി കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നിന്ന് തിരിയുന്നതാണ് എന്ന് ചിന്തിച്ച ഏതൊരാൾക്കും വീണ്ടും അത് ഒരു അപ്പ് പോയിട്ടുണ്ട്. എന്നാൽ ആ റേഞ്ചിൽ നിന്നും ഒരു റേഞ്ച് മൂവ് ആണ് ഇവിടെ ഉണ്ടായത്. എന്നാൽ ഇത് ഈ തരത്തിൽ രണ്ട് വിധത്തിലും ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. ആ തരത്തിൽ ട്രേഡ് ചെയ്ത പലരുടെയും പ്രോഫിറ്റ് ബോക്സുകൾ ലഭിച്ചിരുന്നു. പേപ്പർ ട്രേഡ് ചെയ്ത് പരിശീലിക്കുന്നവരുടെയും റിയൽ ട്രേഡ് ചെയ്തവരുടെയും പിയാൻഡലുകൾ ഞാൻ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ തരത്തിലൊരു റേഞ്ചിലെ ഒരു മൂവ്മെന്റ്, ഒരു കൺസോൾട്ടേഷൻ മൂവ് കിട്ടിയെങ്കിലും തുടർന്ന് കിട്ടിയ ഒരു അപ്പ് മൂവിൽ അപ്പോൾ തന്നെ സെല്ലേഴ്സ് ആക്റ്റീവായി കൃത്യമായും അവിടെ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഏറ്റവും അടുത്ത ഒരു നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവലിലോട്ട് ഏറ്റവും അടുത്ത് കിട്ടിയ ലെവൽ എന്ന ലെവലിൽ തന്നെ അവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിൽ വീണ്ടും സെല്ലിംഗ് വരുന്നു. സ്വാഭാവികമായിട്ടും ഈ ഡേയ്സ് ലോയുടെ അടുത്തോട്ടൊക്കെയാണ് ഒരു ടാർഗറ്റ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. എങ്കിൽ പോലും ഈ സെല്ലിംഗ് കൃത്യമായും നമ്മുടെ സപ്പോർട്ട് ലെവലിലോട്ടാണ് ഗ്രാജുവലി വന്നത്. എന്നാൽ ഇത് പലരും പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയി ട്രേഡ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. അത്രയും സൂക്ഷ്മമായി നോക്കിയിരുന്നവർക്ക് മാത്രം കൃത്യമായും ഈ ലെവലുകൾ സെൽ ഓൺ എവറി ഹൈ എന്ന രീതിയിൽ വീണ്ടും വീണ്ടും സെൽ ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ നമ്മുടെ സപ്പോർട്ട് ലെവലിൽ വന്ന് ഒരു വേള അതിന് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യും എന്ന രീതിക്ക് പോലും പ്രൈസ് വന്നിരുന്നെങ്കിലും അവസാന മണിക്കൂറിൽ ഇവിടെ നിന്നും പ്രൈസ് റിവേഴ്സായി കയറുകയാണ് ചെയ്തിരുന്നത്. ഇത് ഇപ്പോൾ റിസൾട്ട് സീസൺ ആണ്, അതിൻ്റെ ഏതെങ്കിലും ഒരു റിസൾട്ടിൻ്റെ റിഫ്ലക്ഷനും ആകാം. എന്തായിരുന്നാലും ഇവിടെ നിന്നും പ്രൈസ് കൃത്യമായും ഒരു റിവേഴ്സൽ തന്നു. ആ എൻട്രി എടുത്തവർ പലരുമുണ്ട്. ഡേയ്സ് ലോ തന്നെ സ്റ്റോപ്പ് ലോസ് കൊടുത്തു, കൃത്യമായും എൻട്രി എടുത്ത് അതുവരെ രേഖപ്പെടുത്തിയ ടാർഗറ്റിലേക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് നേടിയിട്ടുണ്ട്. എന്നാൽ പ്രൈസ് അവിടെ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് അപ്വേർഡ് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു അപ്പ് മൂവിങ് സിംറ്റം കാണിച്ചുകൊണ്ടാണ് ഇന്ന് പ്രൈസ് ക്ലോസ് ആയിട്ടുള്ളത്. സത്യത്തിൽ ഇന്നലെ ട്രേഡ് ചെയ്തതിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഒരു ബോറിംഗ് ഡേ ആയിരുന്നു. ഇത് സ്വാഭാവികമായും സാധാരണ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക. നല്ല ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്ന ദിവസത്തിന് ശേഷം പിന്നീടുള്ള ഒരു ദിവസം ചെറിയ ഒരു മൂവൊക്കെയാണ് അധിക ദിവസങ്ങളിലും ലഭിക്കാറുള്ളൂ. ആ തരത്തിൽ രാവിലെ തന്നെ ഒരു ബോറിംഗ് ഡേ ആയിരുന്നു എങ്കിലും ഒരു സെല്ലിംഗ് തന്നു, ഒരു പ്രോഫിറ്റ്. പലരും മാറി നിൽക്കുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ അവിടെ നിന്നും ഈ ലെവലിൽ നിന്ന് തിരിയുന്നത് കൃത്യമായി തിരിച്ചറിയാൻ പ്രൈസ് മൂവിങ് എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് സാധിച്ചിട്ടുണ്ട്. അവർ നല്ല പ്രോഫിറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഫുൾ ടൈം കൃത്യമായി മാർക്കറ്റ് വാച്ച് ചെയ്തിരുന്ന പലർക്കും നല്ല രീതിയിലുള്ള ട്രേഡുകൾ പല പ്രാവശ്യത്തിലായി എടുത്ത ഒരു മോശമല്ലാത്ത പ്രോഫിറ്റ് ഇന്നേ ദിവസവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് പരിശോധിക്കാം. 23,129 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് താഴെ 23,086 എന്ന ഒരു മൈനർ സപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി ലഭിക്കാവുന്ന ഒരു ടാർഗറ്റ് എന്ന രീതിയിൽ 23,314 എന്ന ഒരു മൈനർ റെസിസ്റ്റൻസും തുടർന്ന് 23,380 എന്ന ഒരു പ്രധാന റെസിസ്റ്റൻസുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുകളിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് തീർച്ചയായും ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്.
എന്നാൽ ഇത് 2 വട്ടമൊക്കെ ആയിട്ട് വേണമെങ്കിലും കയറാവുന്നതാണ്. ഒന്ന് ഹൈ തന്നു, പിന്നീട് ഒന്ന് ഡിക്ലൈൻ തന്നതിന് ശേഷം വീണ്ടും ബൈ ഓൺ ഡിപ്പ് എന്ന രീതിയിലും നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. അത്തരത്തിൽ ഇതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോയോ അതല്ലെങ്കിൽ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ ആ ലെവലിന് താഴോട്ട് പോകാതെ നിന്ന് വീണ്ടും ഒരു അപ്പ് മൂവ് ചെറിയ ടൈം ഫ്രെയിമിൽ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഒന്നുകിൽ ഡേയ്സിലോ അതല്ലെങ്കിൽ ഇത്രയും ലെവൽ ഉള്ളത് കൊണ്ട് തന്നെ രേഖപ്പെടുത്തി ലഭിച്ചിട്ടുള്ള ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. എത്തരത്തിലായിരുന്നാലും അതുവരെ രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിലോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണ് പ്രൈസ് അങ്ങനെ അപ്വേർഡ് സഞ്ചരിക്കുകയാണെങ്കിൽ തുടർന്ന് പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ തന്നേക്കാമെന്നാണ് പ്രതീക്ഷിക്കുക. എന്നാൽ ഈ കഴിഞ്ഞ ദിവസത്തെ ലെവലിന് മുകളിലോട്ട് പ്രൈസ് ക്ലോസ് ആവുന്നു എങ്കിൽ മാത്രമാണ് നമുക്ക് തുടർന്ന് ഒരു അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രെൻഡ് ഒന്ന് ചേഞ്ച് ആയേക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ ഈ ലെവല് ഒരു റെസിസ്റ്റൻസ് ആയി പ്രവർത്തിച്ചേക്കാം എന്നാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ലെവൽ കണ്ടെത്തി അതിനെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസ് ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ടുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. അപ്പോൾ ഓരോ ഈ ലെവലിന് കഴിഞ്ഞ ദിവസത്തെ ലോയ്ക്ക് താഴെ ഒരു പ്രൈസ് എത്തുകയും ഒരു 5 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ക്ലോസ് ആവുകയും ചെയ്താൽ മാർക്കറ്റ് വീണ്ടും വീക്ക് ആകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് വീണ്ടും അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. അത്തരത്തിൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന മറ്റ് ലെവലുകൾ കൂടി ടാർഗറ്റുകളായി ലഭിക്കാമെന്നാണ് കരുതുന്നത്. 48,611 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 48,391 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യമായി ലഭിക്കാവുന്ന ടാർഗറ്റ് എന്ന നിലയിൽ 49,099 100 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് മുകളിലേക്ക് 49,329 543 650 എന്നിങ്ങനെ ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ തന്നെ ആണ് അവിടെ ഉള്ളത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവലായി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലാണ്. ഇതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നെങ്കിൽ ഗ്രാജുവലി പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കരുതേണ്ടത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്ര ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ സ്റ്റോപ്പ് ലോസ് തീർച്ചയായും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ മാത്രമായിരിക്കും. എന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ലോയ്ക്ക് താഴോട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നുവെങ്കിൽ തുടർന്ന് ഡൗൺ സൈഡിലേക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ടാർഗറ്റുകൾ 1 by 1 ആയി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. അത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ സെൽ ഓൺ എവരി റൈസ് എന്ന രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. 76,305 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 77,098 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവൽ എന്ന രീതിയിൽ ഉള്ളത്. അതിന് ഇടയിലായി മറ്റൊരു മൈനർ റെസിസ്റ്റൻസ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 76,820 എന്ന ലെവലാണത്.
ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ കൃത്യമായും സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് വീണ്ടും അപ്വേർഡ് പ്രൈസ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. നിങ്ങൾക്ക് കാണാം എന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ എങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യമേ ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നു എന്ന് വന്നാൽ തുടർന്ന് ഡൗൺ സൈഡിലേക്ക് രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. ഈ ലെവലുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത്തരത്തിൽ നിങ്ങൾ സ്ഥിരമായി നമ്മുടെ ചാനൽ കാണുകയും ലെവലുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ രേഖപ്പെടുത്തിയിട്ടുണ്ടായേക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പതിവായി ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ ആവശ്യത്തിലേക്കായി ഞാൻ തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. ഗുണകരമാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, റിസ്ക് നിങ്ങളുടേതാണ് എന്ന് മാത്രം. എന്നാൽ ഗുണകരമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്യാദി കാര്യങ്ങളാണ് യൂട്യൂബ് നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ കാരണമാകുന്നത്. അത്തരത്തിൽ ഇത് ഗുണകരമാണെങ്കിൽ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യട്ടെ എന്ന് കരുതിക്കൊണ്ട് നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോയുടെ അടിയിൽ നമ്മുടെ വീഡിയോയുടെ താഴെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ ലിങ്ക് ഉപയോഗിച്ച് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ട് ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അതിന് ശ്രമിക്കുക. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്